43 പേരുടെ മരണം ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ ഈ ദുരന്തത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീടുകൾ പൂർണ്ണമായി തകർന്നു പോകുന്നു, കെട്ടിടങ്ങൾ മണ്ണിനടിയിലാകുന്നു, ഒറ്റപ്പെട്ട മേഖലകളിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കുടുങ്ങിക്കിടക്കുന്നവർ, അങ്ങനെ ഈ നാടിൻ്റെ മുഴുവൻ കരുണയും ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ഒരു ദുരന്ത ഭൂമിയായി വയനാട്ടിലെ മുണ്ടക്കൈ മാറിയിരിക്കുന്നു. ശക്തമായ പേമാരി, തുടർച്ചയായി പെയ്ത മഴയിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. രക്ഷാദൗത്യം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും അത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാലാവസ്ഥയും ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യങ്ങളും തടസ്സമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതികൂലമായ കാലാവസ്ഥയും പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യവും ഇപ്പോൾ രക്ഷാദൗത്യത്തിന് വലിയ പ്രതിബന്ധമായി മാറിയിരിക്കുന്നു. അവിടെ ഏതു വിധേനയും കുടുങ്ങിക്കിടക്കുന്ന ആളുകളിലേക്ക് രക്ഷയെത്തിക്കാൻ, അവരെ സുരക്ഷിതമായ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളിലേക്കും സംവിധാനങ്ങൾ മാറുകയാണ്. നേരത്തെ സംസാരിച്ച ജനപ്രതിനിധികൾ അത് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പോൾ ആ ദുരന്തമുഖത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. സുർജിത്ത്, നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോൾ മരണം 23 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 42 ഉയർന്നിരിക്കുന്നു. സുർജിത്ത്, ഇനിയും മരണസംഖ്യ ഉയരാൻ ഉള്ള സാധ്യതയുണ്ട് എന്നൊരു ആശങ്ക നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? രക്ഷ കാത്ത് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്, കുടുങ്ങിക്കിടക്കുന്നവർ, മണ്ണിനടിയിൽ അകപ്പെട്ടവർ. അവരിലേക്ക് രക്ഷാദൗത്യം എപ്പോൾ എത്തും? ഗോപി, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ചാണ് അത് 43 മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ്. അത് ചാലിയാറിലെ കണക്കുകൂടി കൂട്ടിയ ശേഷമാണ് ഈ മരണസംഖ്യ വ്യക്തമാവുന്നത്. എന്തായാലും ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്ക്. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുണ്ടക്കൈയിലൊന്നും പൂർണ്ണമായ തോതിൽ മാത്രമല്ല, നേരിയ രീതിയിൽ പോലും രക്ഷാപ്രവർത്തനം സാധ്യമാകാത്ത ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഒരാൾ മുണ്ടക്കൈ മേഖലയിൽ പുഴയിൽ അകപ്പെട്ട ഒരു കാഴ്ച, ആ കാഴ്ച കാണാൻ കഴിഞ്ഞത് അയാൾ പൂണ്ട് ഉയരുന്ന നിലയിൽ അത് അവര് ഭയാനകമായ ഒരു കാഴ്ച ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഇടയിൽ പുറത്തു വന്ന ഒരു ദൃശ്യമാണ്. മന്ത്രി AK ശശീന്ദ്രൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, മുതിർന്ന പോലീസ് അധികാരികളെല്ലാം എത്തിയിട്ടുണ്ട്, സൈന്യം ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എത്തുമ്പോൾ ഏത് ഘട്ടമാകും, സമയമാകുമെന്ന് അറിയില്ല. പലരും ഈ ഇതിനകത്ത് ചെളിക്കകത്തും അതോടൊപ്പം തന്നെ പാതി തകർന്ന വീടുകൾക്കകത്തും പൂണ്ടിൽ കിടക്കുന്ന ഒരു വലിയ ദുരവസ്ഥ രക്ഷിക്കുക എന്നത് ഏറ്റവും സമഗ്രമായ ദൗത്യമായി തന്നെ തുടരുകയാണ്. ധാരാളം മനുഷ്യർ ഇവിടെ സന്നദ്ധ സേവന രംഗത്ത്, ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ ഈ രംഗത്ത് ഇവിടെ നിലയുറപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഭയാനകമായ ദൃശ്യങ്ങളും പുറത്തു വരുന്നു. ആ ദൃശ്യങ്ങൾ ഈ ആളുകൾ ഈ ചെളിയിൽ, വലിയ ചെളിയാണ് ഉള്ളത്, ആ ചെളിയിൽ അകപ്പെട്ട ഒരു ദൃശ്യമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഈ മുണ്ടക്കൈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണ തോതിൽ എത്തുന്നില്ല. കാരണം അവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രായോഗികമായ ഒന്നല്ല. ആകെ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധിയായി തന്നെ നിലകൊള്ളുകയാണ്. എന്തായാലും അവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്താനുള്ള നടന്നുകൊണ്ടിരിക്കുന്നത് ചൂരൽമല പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മെച്ചസ്ഥാനമായ സ്ഥിതിയാണ് ഈ ചൂരൽമല പ്രദേശത്ത്. സുർജിത്ത്, ഇപ്പോൾ നേരത്തെ സുർജിത്ത് പറഞ്ഞ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന, രക്ഷകാത്ത് കഴിയുന്ന മനുഷ്യനടക്കം എത്രയോ ആളുകൾ എവിടെയെല്ലാം പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരിലേക്ക് ഈ രക്ഷാകരങ്ങൾ എത്തണമല്ലോ. ഇപ്പോൾ സൈന്യം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിൽ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ ആളുകൾക്ക് കഴിയുന്നുണ്ടോ, രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നുണ്ടോ സുർജിത്ത്? വളഞ്ഞ വഴിയിലൂടെ ആളുകൾ അങ്ങോട്ടേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അപകടകരമായ ഒരു പ്രദേശമാണ്. അപകടകരമായ പ്രദേശത്തിലൂടെ എത്തുക എന്നുള്ളത് അത്ര എളുപ്പമായ ഒന്നുമല്ല. പലരും അങ്ങനെ കയറാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. മുണ്ടക്കൈ മേഖലയിലേക്ക് ഒരുപാട് ദൂരം കാൽനടയായി സഞ്ചരിക്കേണ്ടതുണ്ട്. റോഡ് മാർഗമാണെങ്കിൽ ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരത്തിനകത്താണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. ആളുകളെല്ലാം തന്നെ രോഷാകുലരാകുന്ന അവസ്ഥയിൽ ഇത്ര സമയമായി, എന്നിട്ട് പോലും അവിടേക്ക് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ട നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിലുള്ള ഒരു പ്രയാസം അറിയിക്കുന്നുണ്ട്. അത്രമാത്രം ക്ഷോഭത്തോടു കൂടിയാണ് ആളുകൾ സംസാരിക്കുന്നത്. കാരണം ഇത്ര നേരമായിട്ടും ആ മുണ്ടക്കൈ മേഖലയിലുള്ള ആ മേഖലയിൽ പൂർണ്ണതോതിൽ രക്ഷാപ്രവർത്തനം സാധ്യമാകാത്ത ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ആളുകൾ രോഷാകുലരാകുന്നത്. അവരെ ഏതെങ്കിലും രീതിയിൽ രക്ഷിച്ചെടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പുഴയ്ക്ക് അക്കരെ വല്ലാത്ത ഒരു സ്ഥിതിയാണ്. പുഴയ്ക്ക് അക്കരയിലേക്ക് കടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ വെള്ളം കുതിച്ചൊഴുകുന്ന ഒരവസ്ഥയാണ് ഈ പുഴയെ സംബന്ധിച്ച് ഉള്ളത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തന നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണ തോതിൽ ആകാത്ത ഒരു അവസ്ഥയുണ്ട്. റോഡെല്ലാം തന്നെ ചെളിയിടിഞ്ഞ് ഇരിക്കുകയാണ്. പുഴയിൽ വലിയ രീതിയിൽ ഈ
പശ പോലെയാണ് മണ്ണ്. അതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ താഴ്ന്നു പോകുന്ന അവസ്ഥയാണുള്ളത്. നമ്മൾ അതിന്റെ ഏതാണ്ട് ഒരു ഭാഗത്തേക്ക് ഞാനും അഭിജിത്തും കൂടി സഞ്ചരിച്ചതാണ്. ആ മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ തന്നെ താഴ്ന്നു പോകുന്ന നിലയിലാണ്, പശയോട് കൂടിയ മണ്ണാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല കൂർത്ത കല്ലുകളും വൻ കൂറ്റൻ പാറകളും എല്ലാം തന്നെ ഈ മേഖലയിൽ എല്ലായിടത്തും ഉണ്ട്. അതെല്ലാം പ്രതിസന്ധിയാണ് എന്നുള്ളതാണ്. 38ഓളം മൃതദേഹങ്ങൾ, അതായത് മൃതദേഹങ്ങൾ പല ഭാഗങ്ങളിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും അല്ല, ഈ സുർജിത്ത്, ഇപ്പോൾ പ്രധാനമായിട്ട് അറിയാനുള്ളത് ഈ മുണ്ടക്കൈ എന്ന പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണല്ലോ. കാരണം ഈ ചൂരൽമലയിലെ പാലം തകർന്നതോടുകൂടി മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്. അതിനെന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? മുണ്ടക്കൈ ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റാത്ത തരത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണോ? അവിടെ എന്ത് സംഭവിച്ചു, എത്ര പേർ മരിച്ചു, ആരൊക്കെ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട് എന്നൊന്നുമുള്ള കൃത്യമായ ഒരു വിവരം ഇപ്പോഴും ഇല്ലല്ലോ. അവിടേക്ക് എത്താൻ എന്താണ് മാർഗം? ആരെങ്കിലും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ? അത്തരത്തിൽ ഒരു ശ്രമവും നിലവിൽ നടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം കുത്തനെയുള്ള മലകളുടെ പാച്ചിലാണ് പുഴയിലുള്ളത്. പുഴയുടെ വീതി തന്നെ, പുഴയുടെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. കാരണം അത്രമാത്രം വ്യാപ്തിയിലാണ് ഇങ്ങനെ പുഴയിലൂടെ വെള്ളം കുതിച്ച് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോവുക എന്നുള്ളത് തീർത്തും പ്രായോഗികമായ ഒന്നല്ല. ആ പ്രായോഗികമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സൈന്യം എത്തിയാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി കഴിയുള്ളൂ. NDRFന്റെ ഒരു ടീം ആ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. NDRFന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അവരവിടെ വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. മുണ്ടക്കയിൽ നിന്ന് ആളുകൾ നൽകുന്ന വിവരം മാത്രമേ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുള്ളൂ.